നഷ്ടമാണ് ഉണ്ടായത്. 9 മാസം. ആ 9 മാസം കൊണ്ട് 37 ആളുകൾ സാറിന്റെ ടീമിലേക്ക് ജോയിൻ ചെയ്തു. അതിനുശേഷമാണ് 38ാമത്തെ ആളായിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞ സമയത്ത് നീ വേഗം ജോയിൻ ചെയ്തോ, നിനക്ക് നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ കുഴപ്പമില്ല, ഞാൻ ആളെയൊക്കെ ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ആളെ കൊണ്ടുവരില്ല, ജോയിൻ ചെയ്യില്ല, അതാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷെ ഇന്ന് ഞാൻ ആ ഒരു വേദന ഭയങ്കരമായിട്ട് എൻ്റെ എന്താ പറയാ ഉള്ളിലുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ആ 37 ആളുകൾ ചെയ്യുന്ന ഒരു ബിസിനസ് മൂല്യം പോലും എനിക്ക് കിട്ടില്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായത് അതിന് ശേഷമാണ്. അങ്ങനെ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഞാൻ എന്താ പറയാ എന്നെ പിടിച്ച് കൊണ്ടുവന്നു. 9 മാസത്തെ ഫോളോ അപ്പിന് ശേഷമാണ് വന്നത്. അപ്പൊ ഫോളോ അപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അല്ലെ, നമ്മൾ പറയുന്നത് നമ്മുടെ ഇപ്പൊ വരാത്ത ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്യും. നമ്മളൊക്കെ ഇപ്പോ അത് വിട്ടുപോകും, ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിട്ടുപോകും. നമ്മളൊക്കെ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഇതിനോട് ഭയങ്കര താല്പര്യത്തോടു കൂടിയൊന്നും അല്ലല്ലോ വന്നത്. എല്ലാവരും എന്താ ചെയ്യാ, നിർബന്ധിച്ചിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ഇതിന്റെ ഒരു മീറ്റിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ കണ്ടാൽ മാത്രമേ തീർച്ചയായിട്ടും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ എന്നെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോയി. മീറ്റിംഗ് കൊണ്ടുപോകുന്ന സമയത്താണ് എനിക്ക് ഈ ബിസിനസ്സിലൂടെ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബിസിനസ്സിലൂടെ വന്നിട്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ട ആളുകളെയോ ഇല്ലെങ്കിൽ ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. കെട്ടിന്റെ, തേപ്പിന്റെ, ടൈലിന്റെ അല്ലെങ്കിൽ വണ്ടിയിൽ പോയി ഒക്കെ പണിയെടുത്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നെറ്റ്വർക്ക് ചെയ്തിട്ട് ജീവിതത്തിൽ സക്സസ് ആയ ആളുകളെയോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളെയോ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കിതിന് ഭയങ്കര നെഗറ്റീവായി വന്നിട്ടുള്ളത്. അപ്പോ മീറ്റിങ്ങുകൾ കേട്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് നമ്മളെ ശ്രീധരൻ സാർ, ഇന്ന് ITC റാങ്കിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. അതൊരു സ്വകാര്യ അഹങ്കാരമാണ്, സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരായി മാറിയിട്ടുള്ള ആ ഒരു ലെജൻഡിന്റെ വാക്കുകളാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ സാറ് പറയാണ്, ഞാൻ 7ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ, ഞാൻ ഒരു കെട്ടിന്റെയും തേപ്പിന്റെയും ഒക്കെ പണിക്ക് പോകുന്ന ആളായിരുന്നു. അപ്പൊ 650 രൂപയായിരുന്നു എന്റെ കൂലി. അവിടെ നിന്ന് ഞാൻ ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളത് മറ്റുള്ള ആളുകളുടെ സമയം എന്റെ സമയമാക്കി മാറ്റിയത് കൊണ്ടാണ്. മറ്റുള്ള ആളുകളുടെ സമയം എന്റെ സമയമാക്കി മാറ്റാൻ വേണ്ടി എനിക്ക് യാതൊരു മുതൽ മുടക്കും ഇല്ല, ഒരു നഷ്ടസാധ്യതയും. അപ്പൊ അതുകൊണ്ട് ഒരു മുതൽ മുടക്കും ഇല്ലാതെ, ഒരു നഷ്ടസാധ്യതയും ഇല്ലാതെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ സമയം നമ്മുടെ സമയമാക്കി മാറ്റാൻ പറ്റുന്ന ഇത്രയും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനത് നല്ല രീതിയിൽ യൂസ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ ഉണ്ടായത്. നമുക്ക് പലതരത്തിൽ ഈ ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ഐഡിയകളും ഉണ്ടാവാം. അങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ ചെയ്താൽ പോരെ, ലീഡർ പറയുന്നതിലും കുറച്ചും കൂടെ ബെറ്റർ ഇതല്ലേ എന്നെല്ലാം നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയുള്ള ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് എക്സ്പീരിയൻസ് ആയി അതിലൊക്കെ ഫെയിൽ ആയ ആളുകളായിരിക്കും അതങ്ങനെ ചെയ്യരുത് 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 എന്ന് പറയുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ വിചാരിക്കും അതായിരിക്കും നല്ലത്. ഞാനും അതുപോലെ തന്നെ വിചാരിച്ചു. എന്റെ 12ഓളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ചങ്ക് പറിച്ചു തരുന്ന സുഹൃത്തുക്കളാണ്. അപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ഈ 12 സുഹൃത്തുക്കളെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായും നീ ഒരു ദിവസം പറഞ്ഞോ, ഞാൻ ഡേറ്റ് തരാം, എനിക്ക് എന്താ പറയാ നമുക്ക് പോയി കാണാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, എന്റെ സുഹൃത്തുക്കളാണ്, ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്റെ കൂടെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ 12 ആളുകളെടുത്ത് പോയി. 12 ആളുകളും എന്നെ കുറ്റപ്പെടുത്തുകയും പൈചാരുകയും എന്താ പറയാ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും ഈ 12 പേരും എന്റെ കൂടെ വന്നിട്ടില്ല. വരാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് അവരുടെ സുഹൃത്തായ ഞാൻ ആയതുകൊണ്ടാണ്. അതേ സമയത്ത് ആ ലീഡർ പറഞ്ഞതുപോലെ ആ ലീഡറുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് പരിചയപ്പെടുന്നതെങ്കിൽ, ഞാൻ എന്ന വ്യക്തിയെ എന്താ പറയാ മറ്റുള്ള ആളുകളുടെ മുന്നിൽ എങ്ങനെയാണ് എന്താ പറയാ ഒരു വിഷമിപ്പിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു അരമണിക്കൂർ ഇരുന്ന് കൊടുക്കാം എന്നുള്ള രീതിയിൽ അവർ ഇരുന്ന് തരികയും കൃത്യമായിട്ട് ആ ലീഡർ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ ഇന്ന് ഈ ബിസിനസ്സിൽ എന്റെ കൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തേനെ. അപ്പോ ആ ഒരു സാധ്യത നശിപ്പിച്ചത്, അത് ഇല്ലാതാക്കിയത് ഞാൻ തന്നെയാണ്. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പയറ്റി തെളിഞ്ഞ ആളുകളാണ് ലീഡേഴ്സ്. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിലൂടെ സക്സസ് ആണെങ്കിൽ ഇവിടെ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. ഇവിടെ എന്താ പറയാ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനെ ഫോളോ അപ്പ് ചെയ്യാം. വിജയിച്ച ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ കണ്ണടച്ച് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കാൻ പിന്നീട് ഞാൻ തയ്യാറായി. ആ തയ്യാറായതിന്റെ ഭാഗമായി വീട്ടില് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പോസിറ്റീവ് ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടിലേക്ക് ഹോം മീറ്റിങ്ങുകൾ വെച്ചു. ഹോം മീറ്റിംഗ് വെക്കണമെന്ന് പറഞ്ഞു. ഹോം മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ
വീട് പോസിറ്റീവ് ആവും എന്നുള്ളതാണ് ആദ്യം എന്നോട് പറഞ്ഞത്. കാരണം അപ്പുറത്തെ ആളുകളെ കൊണ്ടുവരണമെന്നോ അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. വീട് പോസിറ്റീവ് ആവും. ഇനി നിനക്ക് കിട്ടുവാണെങ്കിലോ അപ്പുറത്തും നിനക്കറിയുന്ന ഒരു 3-4 ആളുകളെ ആ വീട്ടിൽ വിളിച്ച് വരുത്ത്. അപ്പൊ അവർ കൂടെ കേൾക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോം മീറ്റിംഗ് വെച്ചപ്പോ എന്റെ വീട്ടുകാർക്ക് എന്തൊക്കെയോ ആണെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നീട് എന്താ പറയാ, നമ്മള് കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ സപ്പോർട്ട് കിട്ടി. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് ഞാൻ എന്റെ വീട്ടിൽ വെച്ച് വിളിച്ചു. വീട്ടിൽ വെച്ച് വിളിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഇവരൊക്കെ ജോയിൻ ചെയ്തു എന്ന് ഞാൻ എന്ത് ചെയ്യും, അഹങ്കാരത്തോടു കൂടി ഞാൻ എന്റെ ഭാര്യയോടും അമ്മയോടൊക്കെ പറയും. അപ്പൊ അവര് പറയും, എന്നാ കുഴപ്പമില്ല, നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ നിന്റെ കൂടെ വരുന്നുണ്ട്, നീ അധികം ഒറ്റയ്ക്കല്ലേ, ഇത്രയും ആളുകൾ വന്നോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി അവർക്കും വന്നു. അവര് നന്നായിട്ട് എൻ്റെ കൂടെ പോസിറ്റീവായി നിന്നു. അപ്പോ വീട് പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റൂ. അപ്പൊ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് വീട്ടുകാർക്ക് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേ മതിയാവും. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നല്ല നല്ല പ്രോഗ്രാമുകൾ വരും. MI ഉത്സവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, നമ്മുടെ ശൈലേഷ് ബാലൻ സാർ വെക്കുന്ന പ്രോഗ്രാമാണ്. ഞാൻ MI ഉത്സവ് സീസൺ 3 മുതലാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തത്. പ്രോഗ്രാമുകൾക്ക് ഭയങ്കര പ്രാധാന്യം. അപ്പൊ 3 മുതൽ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഫാമിലിയെ ഞാൻ ആ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ തയ്യാറായി. സീസൺ 3 എന്ന് പറയുന്ന MI ഉത്സവിന്റെ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് TC എന്ന് പറയുന്ന റാങ്കിലാണ്. അപ്പോ ആ TC എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് ഞാൻ എന്താ പറയാ, ഞാൻ 3-4 ആളുകളെയും കൊണ്ടാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് പോയത്. പിന്നീട് MI ഉത്സവ് സീസൺ 4 വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എന്താ പറയാ, ആ ഒരു പ്രോഗ്രാം കണ്ടപ്പോ അവിടുന്ന് കിട്ടിയ മൊമെന്റോ ഒക്കെ കണ്ടപ്പോ അടുത്ത പ്രാവശ്യം നല്ലൊരു റാങ്കിലേക്ക് എത്തണം, അതുകൊണ്ട് നന്നായിട്ട് അച്ചീവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ടീമിലും നമ്മളൊരു അച്ചീവ്മെന്റ് നേടുന്ന സമയത്ത് ടീമിനും അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുക ടീമിലുള്ള അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്തു. അങ്ങനെ TC-യും ATC ഒക്കെ എന്റെ ടീമിൽ വന്നു. അങ്ങനെ രണ്ടാമത്തെ സീസൺ 4 എത്തുമ്പോഴത്തേക്ക് ഞാൻ DTC എന്ന റാങ്കിലെത്തി. ഒരു റാങ്ക് കടന്നിട്ട് അടുത്ത റാങ്കിലേക്ക് എനിക്ക് എത്താൻ പറ്റി. ആ റാങ്കിൽ എത്തുന്ന സമയത്തും ഞാൻ ഫാമിലിയും കൊണ്ടാണ് പോയത്. അപ്പോ എന്റെ ഈ ഒരു അച്ചീവ്മെന്റ്, ഈ ഒരു നേട്ടങ്ങളും കണ്ടു. അങ്ങനെ അവരെ സ്റ്റേജിലേക്ക് വിളിച്ചു. അവർക്കും ഒരു ആദരവ് കൊടുത്ത സമയത്ത് അവര് ഭയങ്കര സപ്പോർട്ട് നമുക്ക് തന്നു. അങ്ങനെ നെക്സ്റ്റ് സീസൺ 5 വരുന്ന സമയത്ത് ഞാൻ അവിടെ STC എന്ന് പറഞ്ഞ റാങ്കിലാണ് ഞാൻ അവിടെ കയറിയത്. അന്ന് ഞാൻ വിചാരിച്ചു, ആദ്യം ഞാൻ വിചാരിക്കുന്നത് എന്റെ കുറ്റിയാടി ടീമിൽ നിന്ന് ഒരു ബസ് നിറയെ ആളാണ് പ്രതീക് സർ ഒക്കെ കൊണ്ടുപോകാം. പ്രതീക് സാർ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ ഒന്ന് വിചാരിച്ചു, അടുത്ത പ്രാവശ്യം പോകുമെങ്കിലും എനിക്കും ഒരു ബസ് നിറയെ ആളുകളെ ആ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകാൻ പറ്റണേ. അപ്പൊ നമ്മളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ സീസൺ 5 വരുന്ന സമയത്ത്, അതായത് MI ഉത്സവ് സീസൺ 6 എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ബസ് നിറയെ ആളുകളെയും കൊണ്ട് എനിക്ക് ആ പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റി. അപ്പോ നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, നമ്മൾ എന്താണോ ആത്മാർത്ഥമായിട്ട് എന്താ പറയാ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ ഓരോ റാങ്ക് എക്സ്ട്രാ അച്ചീവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രോഗ്രാമിൽ എത്തിയത്. ഇപ്പൊ സീസൺ എന്താ പറയാ നെക്സ്റ്റ് വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ഒരു റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ തന്നെയായിരിക്കും ഞാൻ ആ ഒരു പ്രോഗ്രാമിലേക്ക് കയറുക. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറണമെങ്കിൽ നമ്മൾ പ്രോഗ്രാമുകളെ എങ്ങനെയാണോ ഏറ്റെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ മനോഹരമായ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, എക്സോറ 2026 അല്ലെ. ആ ഒരു എക്സോറയില് ഏറ്റവും വലിയ അച്ചീവറായി നമുക്ക് ഓരോരുത്തർക്കും കയറാൻ എന്താ പറയാ 10,000-കണക്കിന് ആളുകൾ കോഴിക്കോട് സരോവരത്തിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. ആ 10,000-കണക്കിന് ആളുകളിൽ ഒരാളാവണോ, അല്ലെങ്കിൽ അവിടെ സ്റ്റേജിൽ കയറുന്ന 100-കണക്കിന് ആളുകളിൽ ഒരാളാവണോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായിരിക്കണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഏതാണോ റാങ്ക് അതില് 2-3 റാങ്കുകൾ കടന്നിട്ടായിരിക്കണം നമ്മൾ ആ സ്റ്റേജിലേക്ക് C1, C2, C3 എന്നുള്ള രീതിയിലാണ് അവിടെ അച്ചീവ്മെന്റുകൾ കൊടുക്കുന്നത്. അപ്പൊ ആ സ്റ്റേജിലേക്ക് ആദരവുകൾ കൊടുക്കുന്നത്. അപ്പോ അവിടത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാനിങ് നമ്മള് 2 മാസം ഉണ്ടല്ലോ, 3 മാസം ഉണ്ടല്ലോ, 4 മാസം ഉണ്ടല്ലോ എന്നെല്ലാം വിചാരിച്ച് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യാനാവില്ല, നമ്മൾ വിചാരിച്ച അച്ചീവ്മെന്റിലേക്ക് എത്താനാവില്ല. നമുക്ക് ഇപ്പോഴേ അതിനു വേണ്ടിയുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, അല്ലെ. അപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് നടത്തിയ പ്രോഗ്രാം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് നടത്തി. അതിനുശേഷം വീട്ടിലേക്ക് എന്താ പറയാ ഈ ഒരു ബിസിനസിന്റെ പ്ലാന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് ആണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് ടീമിനെ കൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി 1-to-1 പറയാനുള്ള പ്ലാൻ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് നടത്തി. അപ്പൊ കുറെ ആളുകൾ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. വീട്ടിൽ നല്ല പോസിറ്റീവായി. അപ്പൊ ഇത്രയും ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി, മോശമില്ലെന്ന് തോന്നി. അങ്ങനെ കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പുകൾ തുടങ്ങി, ഉഷാറായിട്ട് നടന്നു. അപ്പം ഓരോരുത്തരും സ്വന്തമായി പ്ലാൻ പറയാൻ തുടങ്ങി, അവർ ഓരോരുത്തരും ഏറ്റെടുത്തു. അങ്ങനെ നെക്സ്റ്റ് വരുന്നത്
പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ്, നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് വിളിക്കുന്നു, ആളുകൾ കുറെ ആളുകളായിട്ട് വരുന്നു. അങ്ങനെ വീട് മൊത്തം പോസിറ്റീവ് ആക്കാൻ നമ്മുടെ വീടുകളിൽ തന്നെ പ്രോഗ്രാമുകൾ വെക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തത് കണ്ടിട്ട് തീർച്ചയായിട്ടും ഇപ്പോ എന്റെ ടീമിലുള്ള മുഴുവൻ ആളുകളും എന്താ പറയാ, ഇപ്പൊ DTC റാങ്കിലുള്ള ആളുകളൊക്കെ അവരുടെ വീടുകളിലേക്ക് ഈ കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് ഒക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം മോശമില്ലാത്ത ടീമുകൾ വരാൻ തുടങ്ങി. അപ്പോ ഇതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ടീം നല്ല രീതിയിൽ വന്നപ്പോ ഞാനിപ്പോ ഒരു എന്താ പറയാ, ഒരു വർഷത്തോളമായി കടിയങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എന്റെ ടീമിനെയും വെച്ചപ്പോ അത്യാവശ്യം പുറത്തുള്ള ടീമുകളൊക്കെ വരാൻ തുടങ്ങി. അവിടെ വെച്ച് ഞാൻ എന്താ പറയാ, ഈ ഒരു GTS പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു പഠന കളരിയായിട്ടാണ് ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അവിടെ 30-40 ആളുകളാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുക. അപ്പൊ അവിടെ പങ്കെടുക്കുന്ന സമയത്ത് GTS എടുക്കാനും അതേപോലെ തന്നെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാനും അതേപോലെ MC കൈകാര്യം ചെയ്യാനും ഈ റിവ്യൂ ഒക്കെ പറഞ്ഞ് പഠിക്കാനൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ അവിടുന്ന് നമ്മൾ ഓരോരുത്തർക്കും ചാൻസ് കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗ്രേറ്റ് ലീഡർ നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന നമ്മുടെ ധാരാണി ഉസ്താദ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഞങ്ങളുടെ ഗസ്റ്റ്. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ സാറിന്റെ എക്സ്പീരിയൻസിലൂടെ കിട്ടി. അങ്ങനെ അതിൽ നിന്ന് ഒരാള് ആദ്യമായിട്ടാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് ആ GTSലേക്ക് പങ്കെടുത്തത്. ധാരാണി ഉസ്താദിന്റെ വാക്കുകൾ കേട്ടിട്ട് പിറ്റേ ദിവസം 25,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞങ്ങള് എന്താ പറയാ PUC പോയി, ഞങ്ങൾ ആ സാറിനെയും കൂട്ടി പോയി അവിടെ PUC പോയി പ്രൊഡക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാളെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ധാരാണി ഉസ്താദെ വളരെ സന്തോഷം. അവര് ആ ഒരു രീതിയിലേക്ക് മാറിയത് സാറിന്റെ സ്പീച്ചാണ്. അപ്പോ 5,000 രൂപ എടുക്കാൻ പറ്റാത്ത ആളുകൾ പോലും ഈ ഒരു രീതിയിലേക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ മീറ്റിംഗ് സെന്ററുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്തിയത് ഒരു വളരെ മനോഹരമായി, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഒരു കാറിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെ? അപ്പോ വളരെ മനോഹരമായ ഒരു കാറ്, അതേപോലെ തന്നെ അതിസ്പീഡിൽ ഓടുന്ന, അല്ലെ, അതിവേഗത്തിൽ ഓടുന്ന കാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാറിലേക്ക് നമ്മൾ കയറിയിരിക്കണം. കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ കാറ് കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറിയത് കൊണ്ട് നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ വരാം. അപ്പൊ ആ കാറിൽ നമ്മൾ ഈ ഇരുന്നു, ഡ്രൈവിംഗ് സീറ്റിലാണ് നമ്മൾ കയറിയിരുന്നത്. നമ്മുടെ കൂടെ ആളുകൾ വരാൻ തുടങ്ങി, ആ കാറിലേക്ക് കയറി ഇരിക്കാൻ തുടങ്ങി. കുറെ ആളുകൾ ഇറങ്ങിപ്പോകുന്നു, കുറെ ആളുകൾ വീണ്ടും കയറുന്നു, കുറെ ആളുകൾ ഇറങ്ങിപ്പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ കാറിന്റെ ഫ്രണ്ടിലോട്ട് ഞാനൊന്ന് നോക്കുന്ന സമയത്താണ് ആ കാറിൽ മുഴുവനും, ആ ഗ്ലാസ്സിൽ മുഴുവനും മൂടൽ മഞ്ഞുകളും പൊടിപടലങ്ങളും കൊണ്ട് ആ റോഡ് ഞാൻ കാണുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. ഓക്കെ, അപ്പോ ആ ഒരു റോഡ് കാണാത്തത് കൊണ്ടാണ് എന്റെ കൂടെ വന്ന ആളുകൾ ഇറങ്ങിപ്പോവാനും പുതിയ ആളുകൾ വരുമ്പോ ഇവൻ എങ്ങോട്ടാണ് യാത്ര എന്നറിയാതെ അവരും ഓരോരുത്തരായി ഇറങ്ങിപ്പോവാനുള്ള കാരണം. അപ്പൊ നമ്മുടെ മൂടൽ മഞ്ഞ് എന്ന് പറയുന്നത്, നമ്മുടെ പൊടിപടലങ്ങൾ എന്ന് പറയുന്നത്, ഈ ബിസിനസ്സിൽ നമ്മൾ വന്നു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്ക് എവിടെ പോകണമെങ്കിലും മുന്നോട്ടുള്ള ആ റോഡ് നിർബന്ധമായിട്ട് നമ്മൾ കാണണം, അല്ലെ? ആ റോഡ് കാണാതെ ഒരു കാരണവശാലും വണ്ടി മുന്നോട്ട് ചലിക്കാൻ പറ്റില്ല. അപ്പോ നമ്മളിവിടെ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, ഈ ബിസിനസ്സിലൂടെ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവും. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങളും വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കും. അപ്പോ വളരെ സ്പീഡിൽ ഓടുന്ന വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൂടെ വളരെ സ്പീഡിൽ ഓടിയ വണ്ടിയിലൂടെ നല്ല രീതിയിൽ ഓടി നല്ല വരുമാനങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ആ മിസ്റ്റേക്കുകൾ, ആ പൊടിപടലങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ, ആ മൂടൽ മഞ്ഞിനെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ഓരോരുത്തർക്കും ആ അച്ചീവ്മെന്റുകൾ, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോ ഞാൻ എന്റെ ടീമിനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ എന്റെ ടീമിനോട് ചോദിക്കാം, നിങ്ങൾ സ്വയം ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്താറുണ്ടോന്നാണ്, അല്ലെ? നമ്മള് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു 15 കണ്ടന്റുകൾ, 15ഓളം ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ 15 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ 15 ചോദ്യത്തിൽ 10 ചോദ്യത്തിനെങ്കിലും കറക്റ്റ് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ചോദ്യമാണ്, ഈ ബിസിനസ് പ്രസന്റേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റുള്ള ആളുകൾക്ക് നമ്മൾ പ്രസന്റ് ചെയ്യാറുണ്ടോ? സ്വന്തമായി ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പ്രസന്റ് ചെയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ചോദ്യത്തിന് യെസ് ഓർ നോ, യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ, അത് എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാവും.
പിന്നെ നമ്മൾ രണ്ടാമത്തെ ചോദ്യമാണ്, എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾ ഔപചാരിക വസ്ത്രം ധരിച്ചാണോ പങ്കെടുക്കാറ്? അതായത് പുതിയ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവര് നല്ല ഡ്രസ്സ് ഉപയോഗിക്കുകയും നല്ല ഡ്രസ് കോഡോടുകൂടി വർക്ക് ചെയ്യുകയും, അല്ലെങ്കിൽ എന്താ പറയാ TC ആൻഡ് എബോ ലീഡേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ കോട്ടൊക്കെ ധരിച്ചിട്ടാണോ ഈ ഒരു പ്രോഗ്രാമുകൾ എല്ലാം പങ്കെടുക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. ഞാൻ ഈ 15 ചോദ്യത്തിൽ 10 ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിലൊരു അച്ചീവർ ആയിരിക്കും. അതിൽ കുറവാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ നമ്മൾ ആകെ 10ഓ 15ഓ പേജുള്ള ഒരു ബുക്കാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഡ്രസ് കോഡ്, അല്ലെ? അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ മാറ്റങ്ങൾ പുറത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും മനോഹരമായത് ആ ഡ്രസ് കോഡാണ്. അപ്പൊ മൂന്നാമത്തത്, എല്ലാ പ്രോഗ്രാമുകളിലും നിങ്ങൾ മുമ്പാണോ കൃത്യസമയത്താണോ എത്താറ്? എല്ലാ പ്രോഗ്രാമുകളിലും നിങ്ങൾ മുമ്പാണോ കൃത്യസമയത്താണോ എത്താറ്? കാരണം ഭൂരിഭാഗം ആളുകളും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുക, അല്ലെ? അപ്പൊ എനിക്ക് MC കൈകാര്യം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ മോർണിംഗ് മീറ്റിലെ MC കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ 6:05 കൂടി MC-യുടെ സ്റ്റാർട്ടിങ് അവിടെ കഴിയും. നമുക്കൊക്കെ സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്, നമ്മളൊക്കെ സ്റ്റാർട്ടിങ് ആണ് നമുക്ക് പ്രശ്നം. അപ്പോ ഈ MC കൈകാര്യം ചെയ്യുന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരും അതിലേക്ക് കയറുന്നില്ല. അതുകൊണ്ട് MC കൈകാര്യം ചെയ്യുക എങ്ങനെയാന്ന് അറിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യസമയത്താണെങ്കിലോ നമുക്ക് ഒരു 1, 2, 3, 10, 15 പ്രാവശ്യം നമ്മൾ ആ MC കൈകാര്യം ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ചെയ്തുകൂടെ? നമ്മളെ പോലെയുള്ള ആളുകളല്ലേ അവരും ചെയ്യുന്നത്. അപ്പൊ MC കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് എന്ത് ചെയ്യണം? അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ആ കൃത്യസമയത്താണോ എല്ലാവരും, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ കൃത്യസമയത്തോ അല്ലെങ്കിൽ നേരത്തെയാണോ ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നത്, മുമ്പാണോ? പിന്നെ നാലാമത്തെ ചോദ്യമാണ്, നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും നിങ്ങളുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണോ 100% ഉപയോഗിക്കുന്നത്? അല്ലെ? നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണോ നിങ്ങൾ വീട്ടിലും, ഇനി വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഓഫീസുകളിലും നിങ്ങൾ ഉപയോഗിക്കുന്നത് 100% നമ്മുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആണോ? യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. എല്ലാ ദിവസവും, നെക്സ്റ്റ് അഞ്ചാമത്തതാണ്, എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പുതിയ ആളുമായി, ഒരു പുതിയ ഉപഭോക്താവിനെ നിങ്ങൾ കണ്ട് സംസാരിക്കാറുണ്ടോ? എല്ലാ ദിവസവും ഒരു പുതിയ ആളുകളെ കണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പ്രസന്റേഷൻ ചെയ്യാറുണ്ടോ? ഇല്ല ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ആറാമത്തതാണ്, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നിങ്ങൾ ദിവസവും 2 മിനിറ്റെങ്കിലും നിങ്ങൾ ഫോൺ കോൾ ചെയ്യാറുണ്ടോ? പുതിയ ആളുകൾക്ക്, നമ്മൾ കാണുന്ന ആളുകളെ നമ്മൾ ലിസ്റ്റ് ഇടുന്നു. ആ ലിസ്റ്റ് ഇട്ടതിന് ശേഷം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി പുതിയ ആളുകളെ വിളിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 മിനിറ്റെങ്കിലും ഫോൺ ചെയ്യാറുണ്ടോ? നെക്സ്റ്റ് ഏഴാമത്തതാണ്, എല്ലാ ദിവസവും ഒരു പേര് നിങ്ങളുടെ ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കാറുണ്ടോ? എല്ലാ ദിവസവും നമ്മുടെ ലിസ്റ്റിലേക്ക് പുതിയ ആളുകളുടെ, നമ്മളിപ്പോ റോഡിൽ കാണുന്ന ആളുകൾ, പുതുതായി പരിചയപ്പെടുന്ന ആളുകൾ, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് പരിചയപ്പെടുന്ന ആളുകൾ, അതല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിനോ എന്തെങ്കിലും പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ കാണുന്ന ആളുകളെ, അങ്ങനെ കാണുന്ന ആളുകളെ സമയത്ത് ആ കാണുന്ന ആളുകൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് പറ്റിയ ആളാണ്, അതുകൊണ്ട് ആ വ്യക്തിയെ ഇതിലേക്ക് കൊണ്ടുവരണം, അതുകൊണ്ട് അവരുടെ പേര് നിർബന്ധമായിട്ടും എന്റെ ലിസ്റ്റിൽ ഉണ്ടാവണം എന്ന് വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ആ ലിസ്റ്റ് മേക്ക് ചെയ്യാറുണ്ടോ? പുതിയ ആളുകളെ അതിലേക്ക് ആഡ് ചെയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാ, എഴുതി വെക്കുക. നെക്സ്റ്റ് എട്ടാമത്തതാണ്, എല്ലാ ദിവസവും ചുരുങ്ങിയത് എന്താ പറയാ, ഒരു ബിസിനസ് പ്രസന്റേഷൻ എങ്കിലും നൽകാറുണ്ടോ? എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ബിസിനസ് പ്രസന്റേഷൻ എങ്കിലും നൽകാറുണ്ടെങ്കിൽ ഉണ്ട്, യെസ് ഓർ നോ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇനി നെക്സ്റ്റ് ആണ് ഒരു പ്രധാനപ്പെട്ടതാണ്, 9ാമത്തത്, നിങ്ങളുടെ കലണ്ടറിൽ ഒരാഴ്ചത്തേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടോ? അതായത് നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ പുതിയ ആളുകളാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള അപ്പോയിന്റ്മെന്റ്, പുതിയ ആളുകളുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവർക്കൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി ലീഡേഴ്സിനെ ഒക്കെ ബുക്ക് ചെയ്ത്
കൃത്യമായ എല്ലാ ദിവസവും ആ വർക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ആളുകൾ. ലീഡേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൂടെ അവർക്ക് വർക്ക് എല്ലാ ദിവസവും വർക്ക് ഉണ്ട്. ഇന്നിപ്പോ നമ്മളൊരു വർക്കിന് വേണ്ടി വിളിക്കുകയാണ്, നാളെ സാറേ ഒരു വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സോറി സർ, എന്റെ ഒരാഴ്ചത്തെ വർക്ക് കമ്മിറ്റഡ് ആണ്, അപ്പൊ അതുകൊണ്ട് ഈ ആഴ്ചത്തേക്ക് എനിക്ക് വർക്കില്ല, അടുത്ത ആഴ്ചയാണ് ആണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മളുടെ ഡയറികളിൽ, കലണ്ടറുകളിൽ നമുക്ക് അവിടെ ആ ഒരു നോട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഡയറിയിൽ, കലണ്ടറുകളിൽ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ, വർക്കുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നെക്സ്റ്റ് ആണ് 10ാമത്തത്. വീട്ടിൽ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ടോ? അതായത് നമ്മൾ 25,000-ന്റെയോ 50,000-ന്റെയോ ഒക്കെ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് വീടുകളിലെ ഷോക്കേഴ്സുകളിൽ നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ പ്രദർശിപ്പിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നെക്സ്റ്റ് 11ാമത്തതാണ് പ്രോഗ്രാമുകളിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ടോ? അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അനുഭവങ്ങൾ നമുക്ക് പല രീതിയിലുണ്ടാവും. നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ നമുക്ക് നമ്മുടെ അനുഭവങ്ങളാക്കി നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നെക്സ്റ്റ് ആണ്, നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാറുണ്ടോ? നമ്മളെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകം, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ, നെറ്റ്വർക്കിലൂടെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നെക്സ്റ്റ്, എല്ലാ ആഴ്ചയിലും, അതായത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ആഴ്ചയിലും ചുരുങ്ങിയത് ഒരു ഹോം മീറ്റിംഗ് എങ്കിലും നടത്താറുണ്ടോ? എല്ലാ ആഴ്ചയിലും ചുരുങ്ങിയത് ഒരു ഹോം മീറ്റിംഗ് എങ്കിലും നടത്താറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇനി 14ാമത്തതാണ്, എല്ലാ ആഴ്ചയും ടീമിനൊപ്പം നിങ്ങൾ ചുരുങ്ങിയത് ഒരു അടിസ്ഥാന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടോ? എല്ലാ ആഴ്ചയും ചുരുങ്ങിയത് ഒരു അടിസ്ഥാന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടോ? ഏതെങ്കിലും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുണ്ടോ ടീമിനോടൊപ്പം? 15ാമത്തതാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്, എല്ലാ ആഴ്ചയും നിങ്ങൾ ചുരുങ്ങിയത് ഒരു ഹാൾ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിൽ പങ്കെടുക്കാറുണ്ടോ? നമുക്ക് GTS ആവാം, FSS ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് ആവാം, പലതും ആവാം. അപ്പൊ ഈ ഒരു മീറ്റിംഗിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ആഴ്ചയും നിങ്ങൾ ചുരുങ്ങിയത് ഒരു ഹാൾ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ പങ്കെടുക്കാറുണ്ടോ? ഇതാണ് 15 ചോദ്യം. ഈ ഓരോ ചോദ്യത്തിന്റെയും ഉത്തരത്തിന് അതെ എന്നാണ് ഉത്തരമെങ്കിൽ 1 മാർക്കും, അല്ല എന്നാണ് ഉത്തരമെങ്കിൽ 0 മാർക്കുമാണ്. അപ്പം ഇതിലൊരു 10 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ആളുകളോടാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ തീരുമാനിച്ച ആളുകളാണ്. നിങ്ങൾ 100% ഈ ബിസിനസ്സിലൂടെ സക്സസ് ആവും, യാതൊരു സംശയമില്ല. അപ്പൊ നമ്മുടെ പൊടിപടലങ്ങള്, നമ്മുടെ മൂടൽമഞ്ഞുകള്, വണ്ടിയുടെ ഗ്ലാസ്സിലുള്ള മൂടൽമഞ്ഞുകളും പൊടിപടലങ്ങളും മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 15 കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ നമുക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. ഒരുപാട് കഴിവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരാൾക്കും കഴിവില്ലാത്ത ആളുകളല്ല. ഞാന് എന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ, അതായത് ഞാൻ നമ്മളൊരു എന്റെ ലീഡറുടെ TC ആൻഡ് എബോ ലീഡേഴ്സ് മീറ്റിംഗ് TC സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആ TC സെലിബ്രേഷന്റെ അകത്ത് കുറെ ആളുകൾ വന്നു, 10-25ഓളം ആളുകൾ ഉണ്ടായിരുന്നു ആ സെലിബ്രേഷനിൽ. ആ സെലിബ്രേഷൻ പങ്കെടുക്കുന്ന സമയത്ത് ബെല്ലി സാർ ആയിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ്. സാറ് വരാൻ കുറച്ച് ലേറ്റ് ആയി. ആ ലേറ്റ് ആയ സമയത്ത് എന്നെ ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇത്രയും നല്ല രീതിയിൽ മാറ്റിയിട്ടുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റി, എന്റെ ഒരു മെന്റർ അല്ലെ, എന്റെ ഒരു മെന്ററാണ് അനിൽകുമാർ ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തി. ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഒരു മെന്റർ നിർബന്ധം അല്ലേ? നമ്മൾ എല്ലാവരുടെയും വാക്കുകൾ കേട്ട്, ഇപ്പൊ ഒരാൾ പറയുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ചെയ്താൽ മതി, അപ്പൊ മറ്റേ ആൾ പറയാൻ ഇങ്ങനെ ചെയ്താൽ കൂടെ കുറച്ചും കൂടെ ബെറ്ററാ, അപ്പൊ വേറെ ആൾ പറയാൻ അതിലും ബെറ്ററാന്ന് ഇങ്ങനെ ചെയ്താൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആര് പറയുന്നതാ നമ്മൾ ശരി നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു മെന്റർ ഉണ്ടെങ്കിലോ ഫൈനൽ തീരുമാനം അയാളതായിരിക്കും അല്ലേ?
അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ ഒരു മെന്റർ ഏറ്റവും നല്ലതാണ്. ഒരാളെ നമ്മൾ ഒരു മെന്ററെ തിരഞ്ഞെടുക്കുമ്പോൾ 100 പ്രാവശ്യം നമ്മൾ ആലോചിക്കണം. ഒരു മെന്ററെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാരണവശാലും പിന്നീട് എന്ത് ചെയ്യരുത്, മാറ്റാൻ പാടില്ല. അതാണ് മെന്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അയാൾക്ക് പല പോരായ്മകൾ ഉണ്ടാവാം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷെ നമ്മൾ മെന്ററാക്കി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ നല്ല കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ഏറ്റെടുക്കുകയും ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിട്ടുകളയും ചെയ്താൽ മതി. പക്ഷെ ഒരു മെന്റർ ഉള്ളത് നല്ലതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിലും കുറച്ചും കൂടെ ബെറ്റർ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അനിൽകുമാർ സാറാണ് ആ ഒരു പ്രോഗ്രാമിൽ MC കൈകാര്യം ചെയ്തത്. അപ്പൊ സാറ് പറഞ്ഞു, സാർ ഇത്തിരി ലേറ്റ് ആവും, അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെടാന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ വിളിക്കുന്നത് നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ, റിട്ടയർഡ് ഉദ്യോഗസ്ഥനെയാണ്. നമുക്ക് അയാളെ ഇങ്ങോട്ടേക്ക് വിളിക്കാം എന്ന് പറഞ്ഞു. അയാളെ വിളിച്ചു. ഒരു രമേശൻ എന്നാണ് അയാളുടെ പേര്. അപ്പൊ അയാളെ വിളിച്ചപ്പോ അയാള് മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സംസാരിച്ചു. അതിനുശേഷം ആ വ്യക്തിയെ കൊണ്ടുവന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞു. ആ വ്യക്തിയെ കൊണ്ടുവന്ന ആള് എന്റെ തൊട്ട ഇടവേലക്കാരനായിട്ടില്ല, ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റേജിൽ കയറി, അവരും സംസാരിച്ചു, അവരും തിരിച്ചു വന്നു. നെക്സ്റ്റ് സാറ് വിളിക്കുന്നത് ഈ വ്യക്തിയെ കൊണ്ടുവരുന്ന ആളെ കാണണമെന്നാ. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഞാനാന്നുള്ളത്. അപ്പൊ ഞാനെന്ന് എനിക്ക് മനസ്സിലായ ഉടനെ ഞാൻ എന്ത് ചെയ്തിട്ടു, അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം ഓടി. കണ്ടം വഴി ഓടുമെന്ന് പറയില്ലേ, അങ്ങനെ ഞാൻ ഓടി. അപ്പൊ അത്ര പോലും എനിക്ക് എന്തില്ല, ഒരാളുടെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവും എനിക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് കഴിവുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള ലീഡേഴ്സ് ആണ്. എനിക്ക് കഴിവുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓടിയ ഓട്ടത്തിൽ ഞാൻ എന്താ പറയാ, എന്റെ ഏട്ടനൊക്കെ എന്നെ വല്ലാണ്ട് ചീത്ത പറഞ്ഞു. കാരണം അവരുണ്ടായിരുന്നു എന്റെ ആ ഒരു പ്രോഗ്രാമിൽ. നിങ്ങൾക്ക് അവിടെ പോയി പേര് പറഞ്ഞു വന്നാ പോരെ, എന്തിനാ ഇത്ര ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് പോയത്, മോശമല്ലേ എന്നെല്ലാം ചോദിച്ചെന്നോട് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതില് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളായി ഞാൻ മാറും. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ പ്രോഗ്രാമുകളിൽ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി വരിക. അപ്പൊ ആ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പിന്നീട് നമ്മുടെ ലീഡർഷിപ്പിലേക്ക് എത്തുക. അപ്പോ ഞാൻ എന്ത് ചെയ്തു, ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് എന്താ പറയാ, എല്ലാ പ്രോഗ്രാമിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാര്യം പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു ഇന്നൊരു എക്സ്പീരിയൻസ് ഉള്ള എന്താ പറയാ, അത്യാവശ്യം ആളുകളുടെ മുന്നിലൊക്കെ ഇന്ന് കോഴിക്കോട് GTS ഒക്കെ എടുക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറി. അപ്പൊ ആ മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തീരുമാനം അല്ലേ. നമ്മളെ മാറ്റാൻ വേറെ ആർക്കും പറ്റില്ല. പറ്റുന്നത് എനിക്ക് മാത്രം, എന്നെ മാറ്റാൻ പറ്റുന്നത് എനിക്ക് മാത്രം. അപ്പൊ ആ ഒരു തീരുമാനം ഞാൻ എടുത്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു രീതിയിലേക്ക് മാറാൻ പറ്റിയത്. അപ്പൊ എനിക്ക് ഒരു കഴിവും ഇല്ലാന്ന് അന്ന് വരെ ഞാൻ വിചാരിച്ച ആളാണ്. പക്ഷെ ഇന്ന് എനിക്ക് എന്തൊക്കെയോ കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയും അതിലുള്ള ലീഡേഴ്സും. അപ്പോ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, എല്ലാവർക്കും കഴിവുകളുണ്ട് അല്ലെ. എല്ലാവർക്കും കഴിവുകളുണ്ട്. ഇവിടെ എന്താ പറയാ, ഇരുമ്പിനെ മറ്റൊന്നിനും തകർക്കാനാവില്ല. ഇരുമ്പിനെ മറ്റൊന്നിനും തകർക്കാനാവില്ല. പക്ഷെ അതിലെ തുരുമ്പിന് പറ്റും അല്ലെ. അതിലെ തുരുമ്പിന് സാധിക്കും. അതേപോലെ തന്നെയാണ് ഒരു വ്യക്തിയെ മറ്റൊരാൾക്കും നശിപ്പിക്കാനാവില്ല. പക്ഷെ സ്വന്തം മാനസികാവസ്ഥ അതിന് കഴിയും അല്ലെ. അപ്പൊ അതുകൊണ്ട് മാനസികാവസ്ഥയെ ഒന്ന് മാറ്റുക. കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഏറ്റെടുക്കുക. വന്നിട്ടുള്ളത് ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യരുതെന്ന് മാത്രം. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഒരു കാരണവശാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യരുത്. ഇത് ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് അല്ല, ലീഡേഴ്സ് പറയുന്ന, വിജയിച്ച ആളുകൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് അതങ്ങനെ ഇങ്ങനെ ചെയ്താൽ എന്താ, എന്നാ ഇന്ന് ഇങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ റിസൾട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് ലീഡേഴ്സ് പറയുന്നത് എന്താണോ ആ കാര്യങ്ങൾ കൃത്യമായി ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, ഇതിലൂടെ വിജയിക്കാൻ പറ്റും. ഇതിലെ പറയും പൊട്ടനായാൽ പൊട്ടൻഷൻ ആവാന്ന് പറയും അല്ലെ. നമ്മുടെ ബുദ്ധിയും കഴിവും ഒക്കെ മാറ്റി വെക്കുക. നമ്മളൊരു പൊട്ടനാണ്. അപ്പൊ ആ പൊട്ടനായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ എന്താണോ കാണിക്കുന്നത് അത് അതേപോലെ ചെയ്യുക. നമ്മളെന്താ പറയാ, ഒബ്സർവേഷൻ എന്നൊക്കെ പറയലേ. ഒരു നല്ലതായിട്ട് അനുകരിക്കുന്ന ആളുകൾ എന്താ പറയാ, നമ്മുടെ ഒരു സൗണ്ട് ഒക്കെ അനുകരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ അനുകരിക്കുന്ന ആളുകളാണ് മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെ. അപ്പൊ അവരെ ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതേപോലെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓരോരുത്തരും കൈയടിക്കുന്നത് അല്ലെ. അപ്പൊ അതേപോലെ ഉണ്ട് അവര് ചെയ്യുന്ന ഓരോ ഗോഷ്ഠികളും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ ഒക്കെ വളരെ മനോഹരമാണ്, അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യണം. അത് കൃത്യമായിട്ട് അവര് ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കയ്യടി കിട്ടും.
അപ്പൊ അതുപോലെ ഈ ബിസിനസ്സിൽ വിജയിച്ച ആളുകൾ എന്താണോ ചെയ്തത്, ആ വിജയിച്ച ആളുകൾ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്കും കയ്യടി കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല, അല്ലേ? അപ്പൊ ഫാമിലി ഏറ്റവും കൂടുതൽ നമുക്ക് ഫാമിലിയെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെ വന്ന ഫാമിലിയെ, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് പുതുതായിട്ട് കിട്ടിയ ആ ഫാമിലിയെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്താൽ നമ്മുടെ ഫാമിലി ഓട്ടോമാറ്റിക് ആയിട്ട് സക്സസ് ആവും, അല്ലേ? അപ്പൊ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ നമുക്ക് ഇതുവരെ ചെയ്ത മേഖലയിലൂടെ 10, 30, 40 വർഷം ജോലി ചെയ്തിട്ട് ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഈ വരുന്ന 2 ആഴ്ച കൂടെ അല്ല 2, 3 ആഴ്ച കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ 13ാമത്തെ സെലിബ്രേഷൻ പ്രോഗ്രാം ആണ്, അല്ലെ? നമ്മുടെ മൈ ലൈഫ് സ്റ്റൈലിന്റെ 13ാമത്തെ സെലിബ്രേഷൻ പ്രോഗ്രാമാണ്. 13 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഒരു കമ്പനിയിലാണ് നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ 13 വർഷം കൊണ്ട് ആയിരക്കണക്കിന് 10,000കണക്കിന് ആളുകൾ ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ആളുകളായി മാറി. 13 വർഷം പോയിട്ട് 130 വർഷം മറ്റുള്ള മേഖലകളിൽ അധ്വാനിച്ചാൽ പോലും ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകൾ ഈ ബിസിനസ്സിൽ വന്ന സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ, ഞങ്ങൾക്ക് ഏറ്റവും ഉദാഹരണം പറയാൻ പറ്റുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ, ഇന്ന് ITC ലീഡർ ആയിട്ടുള്ള നമ്മുടെ ശ്രീധരൻ സാറാണ്. അവർക്കൊക്കെ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കിത് പറ്റില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കാനും അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാനും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലൂടെ വലിയ അച്ചീവ്മെന്റുകൾ, വലിയ നേട്ടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 15 കണ്ടന്റുകളാണ് ഈ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ സക്സസ് ആവും. അപ്പൊ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, വളരെ സിമ്പിൾ ആയിട്ട്. നമ്മൾ പ്ലാൻ പറയാറുണ്ടോ? നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് പ്ലാൻ പറയാൻ പറ്റും. നമ്മൾ പുതിയ ആളുകളെ കാണുമ്പോൾ അത് നമ്മൾ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താറുണ്ടോ? ഇതൊക്കെ എന്ത് സിമ്പിൾ അല്ലേ? ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾക്കാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. നമുക്ക് ഏതൊരാൾക്കും പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. പുതിയ ആളുകളെയും കൂട്ടി നമ്മൾ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ പങ്കെടുക്കാറുണ്ടോ? നിങ്ങൾ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ചെയ്യാറുണ്ടോ എന്നല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ വെക്കാറുണ്ടോ നിങ്ങളുടെ ടീമിന് വേണ്ടി എന്നല്ല ചോദിച്ചത്. നിങ്ങൾ ആരോ വലിയ വലിയ ലീഡേഴ്സ് വെച്ചിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ കൂടെ വന്ന 2 ആളെയും കൂട്ടിയിട്ട് നിങ്ങൾ 2 ആളെ കയ്യും പിടിച്ചിട്ട് ആ ഒരു പ്രോഗ്രാം ഹാളിലേക്ക് നിങ്ങൾ പോകാറുണ്ടോ? ഇതല്ലേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒരു കാര്യവും ചോദിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്തോ മടിയനാണ്, അല്ലെ? നമുക്ക് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ട്, ആ മിസ്റ്റേക്കുകൾ തിരുത്തണം. ആ തിരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരാളും എന്താ പറയാ സങ്കടപ്പെടാതെ കഷ്ടപ്പെടാതെ ഒരാൾ പോലും ജീവിതത്തിൽ സക്സസ് ആയിട്ടില്ല. അപ്പോ സക്സസ് ആവണമെങ്കിൽ സക്സസ് ആയ ആളുകളുടെ കഥകൾ, നമ്മൾ പലരുടെയും കഥകൾ, നമ്മൾ യൂസഫ് അലി സാറിന്റെ ഒക്കെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോ ഇപ്പോ ഉള്ള യൂസഫ് അലി എല്ലാവർക്കും വേണം. ഒരു 40 വർഷം മുന്നേ ഇങ്ങനെ ഒരു യൂസഫ് അലി ഉണ്ടായിരുന്നു. കുബൂസും എന്താ പറയാ തൈരൊക്കെ കഴിച്ച് വെള്ളവും പച്ചവെള്ളവും കുടിച്ച് ജീവിച്ച ആ യൂസഫ് അലി ആർക്കും വേണ്ട. അപ്പോ അങ്ങനെയുള്ള ഒരു കഥകൾ പറയുന്ന സമയത്ത് നമുക്കൊരു മോട്ടിവേഷൻ ആവണമെങ്കിൽ ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഈ ബിസിനസ്സിലൂടെ വിജയിക്കണം. അപ്പോഴാണ് നമ്മൾ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്തും ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വളർത്തിയെടുത്തത്, ഞാൻ ഇന്ന് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് അന്ന് ഇതുപോലെ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന സമയത്താണ് കേൾക്കുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക. അപ്പൊ അല്ലാതെ ഈ ബിസിനസ്സിൽ വന്നു ഞാൻ ഒന്നും ചെയ്തില്ല, എന്റെ കൂടെ വന്ന കുറച്ച് ആളുകൾ വന്നു അവർ നന്നായിട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ ബിസിനസ്സിലൂടെ വിജയിച്ചു, അതിലെന്ത് മോട്ടിവേഷൻ ഉണ്ടാവാം? അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യും. ഇപ്പൊ TC ആകുന്ന സമയത്ത് ATCയുടെ പണി പഠിക്കണം, ATC ആകുന്ന സമയത്ത് DTCയുടെ പണി പഠിക്കണം, എന്നാലേ DTCയിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒരു സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരായി മാറാൻ പറ്റുന്ന മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവഭാഗ്യം കൊണ്ടാണ് നമുക്കൊക്കെ ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഉപയോഗിക്കേണ്ടത് നമ്മളുടെ കടമയാണ്, അല്ലെ? നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എന്താ ചെയ്യാ, നമ്മള് റേഷൻ കടയിൽ പോവും. റേഷൻ കടയിൽ പോയി അരി വാങ്ങുന്ന സമയത്ത് കാർഡ് വെള്ളയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് നമ്മള് പിന്നെ ഇതിന്റെ ഓഫീസിലേക്ക് പോയിട്ട് ആ കാർഡ് വെള്ള കാർഡ് മഞ്ഞ കാർഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് നെക്സ്റ്റ് ദിവസം എന്താ പറയാ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകും. ആ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ ഒരു കോടീശ്വരനാക്കി മാറ്റി തരണേ. നെക്സ്റ്റ് പിറ്റേ ദിവസം നമ്മൾ കാർഡ് എന്താ പറയാ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കാർഡിൽ ആക്കി തരാൻ വേണ്ടി നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങുന്നു, അല്ലേ? അപ്പൊ ഏത് പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്? നമ്മളെ കോടീശ്വരനാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി രണ്ടും രണ്ടാ. പ്രാർത്ഥന നമ്മളെ കോടീശ്വരനാക്കാനുള്ള പ്രാർത്ഥന, പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ നമ്മള്
2 കിലോ അരി കിട്ടുന്ന വെള്ളക്കാടാണെങ്കിൽ ആ വെള്ളക്കാട് നിന്ന് മഞ്ഞക്കാടാക്കി കഴിഞ്ഞാൽ 10-20 കിലോ അരി കിട്ടും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്റെ കാർഡ് വേണ്ടത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കാർഡ് ആക്കണമെന്ന് പറയാം, അല്ലേ? അപ്പോ നമ്മുടെയൊക്കെ ചിന്താഗതിയും നമ്മുടെ പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റാത്തത്. അപ്പോ നമ്മൾ സക്സസ് ആവണമെങ്കിൽ പ്രാർത്ഥനയും അതേപോലെ പ്രവൃത്തിയും ഒരേപോലെ ഉണ്ടാകുന്ന സമയത്താണ് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് കാർഡ് വെള്ളക്കാടാണെങ്കിൽ അല്ലെ മഞ്ഞക്കാടാണെങ്കിൽ ആ കാർഡ് ആദ്യം വെള്ളക്കാർഡാക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെ? അപ്പൊ ഒരു ബെൻസ് കാറൊക്കെ എടുക്കണമെങ്കിൽ മഞ്ഞക്കാർഡിലുള്ള ആളുകൾക്കൊന്നും ബെൻസ് കാർ കിട്ടൂല, അത് വെള്ളക്കാർഡുള്ള ആളുകൾക്കേ കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ വളരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെയാ, അല്ലെ? കോടീശ്വരനാക്കണേന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ നമ്മുടെ പ്രവൃത്തികളൊക്കെ എന്താ പറയാ, ഒന്നിനും എന്താ പറയാ, എനിക്കൊന്നിനും ആവില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്റെ ജീവിതം എങ്ങനെയാന്ന്, എന്നെ എന്താ പറയാ, ഞാൻ ഇങ്ങനെ സ്ഥലത്ത് വന്നു പെട്ടു, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ എവിടെ നിന്നൊക്കെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് പറ്റും. അതുകൊണ്ട് എത്തിപ്പെട്ടത് ഒരു മഹത്തായ മേഖലയിലാണ്. ഇതിൽ നമ്മൾ ഒന്നിച്ച് വിജയിക്കുകയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കുകയും അങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തിയ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിൽ വേണം. ഒരു ഫോട്ടോ നമ്മുടെ കയ്യിൽ വേണം. ആരുതാന്നറിയോ? നമ്മളെ കുറ്റപ്പെടുത്തിയ ആളുകളെ, നമ്മളെ പൈചാരിക ആളുകളെ, നീ ഒരിക്കലും രക്ഷപ്പെടില്ലടാ എന്ന് ഉറച്ച് ഇങ്ങനെ എന്താ പറയാ, ഒരു കുറ്റപ്പെടുത്തി സംസാരിച്ച ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ നമ്മുടെ കയ്യിൽ വേണം. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. നമ്മളെന്താ പറയാ, മടിയനായി വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ ആ ഫോട്ടോ ഒന്ന് തുറന്നു നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് എനർജി വരും. നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും, അങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങും. അപ്പൊ എന്തെങ്കിലും ഒന്ന് ആയേ മതിയാവും എന്നുള്ളൊരു തീരുമാനമാവും. അപ്പൊ അവരുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. അവരെ അവരുടെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഷളാക്കുക എന്നല്ല, നമ്മള് അവരുടെ മധുര പ്രതികാരം എന്നുള്ള രീതിയിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ വിജയിച്ച് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്, അതിലൂടെ മാത്രമേ നടക്കൂ. നമുക്കറിയാം, പുഴുവാണ് പൂമ്പാറ്റയായി മാറുന്നത്, ബട്ടർഫ്ലൈ ആയി മാറുന്നത്, അല്ലെ? പുഴുവാണ് പൂമ്പാറ്റയായി മാറുന്നത്, ബട്ടർഫ്ലൈ ആയി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ പുഴു എന്നും പുഴുവായി തന്നെ തുടരുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ കാണുന്ന സമയത്ത് ഒരു അറപ്പോടുകൂടി ഒരു വടിയെടുത്ത് തോണ്ടിക്കളയുക ചെയ്യാം. അതേ സമയത്ത് ആ പുഴു നല്ല രീതിയിലുള്ള പ്രോസസ്സിങ്ങിലൂടെ കുറച്ച് വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ചു, ഒരു വേദനകളിലൂടെ ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ അതൊരു ബട്ടർഫ്ലൈ ആയി, ഒരു പൂമ്പാറ്റയായി, ഒരു ചിത്രശലഭമായി മാറുന്ന സമയത്ത് മറ്റുള്ള ആളുകളുടെ കണ്ണിൽ ഒരു കുളിർമ നൽകാനും എന്താ പറയാ, ആത്മാവിന്, അതായത് എന്താ പറയാ, ശരീരത്തിനും നമ്മളെ ഹൃദയത്തിനും നമ്മൾ സന്തോഷം പകരാനൊക്കെ നമുക്ക് പറ്റും. അതുകൊണ്ട് ആ പ്രോസസ്സിങ് കൃത്യമായി നടന്നാൽ മാത്രമേ അത് നടക്കൂ. അല്ലെങ്കിൽ എനിക്ക് വേദന സഹിക്കാനേ പറ്റില്ല, എനിക്ക് കഷ്ടപ്പെടാനേ പറ്റില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ഭർത്താവിന്റെ കീഴിൽ അല്ലെങ്കിൽ എന്താ പറയാ, വീട്ടിലുള്ള ആളുകൾ സമ്പാദിച്ച പൈസ കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവാം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുഴുവായി തന്നെ എന്നും തുടരും. നമ്മളെ ബന്ധുവിന്റെ, നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ ആരുടെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വാല്യൂ ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോഴും പുഴു തന്നെയാണ്, നമ്മളൊരു ബട്ടർഫ്ലൈ ആയി, ഒരു ചിത്രശലഭമായി മാറിയിട്ടില്ല എന്നുള്ളത്. അപ്പോ അങ്ങനെ മാറാൻ പറ്റുന്ന ഏറ്റവും നല്ല ആ ഒരു പ്രോസസ്സിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. അപ്പൊ എന്തായാലും ആ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഏറ്റെടുത്ത് അതിമനോഹരമായ ചിത്രശലഭമായി ഓരോരുത്തർക്കും മാറാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കഴിയട്ടെ. അങ്ങനെ വലിയ അച്ചീവ്മെന്റുകളും വലിയ നേട്ടങ്ങളും ഉണ്ടാക്കി ജീവിതത്തിൽ സക്സസ് ആവാനും അങ്ങനെ വലിയ മേഖലകളിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കാണാമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി എന്റെ ഇന്നത്തെ ഈ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട്